കമ്പിലയിൻ ഉണ്ണിക്കുഴി വഴി കല്ലാർ മെയിൻ റോഡിലേക്കെത്തുന്ന റോഡിന് കുറുകെയാണ് മുതിരപ്പുഴയുടെ കൈവഴിയായ വട്ടയാർ ഒഴുകുന്നത്. തോട്ടം കാർഷിക മേഖലയായ ഇവിടെ കുടിയേറ്റ കാലത്തിന് ശേഷം നാട്ടുപാത വീതി കൂട്ടി നിർമ്മാണം നടത്തിയെങ്കിലും ആറിന് കുറുകെ പാലം നിർമ്മിച്ചിട്ടില്ല. ചപ്പാത്തിന് സമാനമായ രീതിയിൽ കല്ലുകൾ നിരത്തി വെള്ളം കുറവുള്ള സമയത്ത് നാട്ടുകാർ വാഹനങ്ങൾ മറുകര കടത്തും. എന്നാൽ മഴക്കാലമായി നീരൊഴുക്ക് വർദ്ധിച്ചാൽ ഇതും നിലയ്ക്കും. പോയ വർഷങ്ങളിൽ പ്രദേശവാസികൾ കമുകിൻതടി വെട്ടിയിട്ട് താൽക്കാലിക പാലമൊരുക്കിയായിരുന്നു മഴക്കാലങ്ങളിൽ യാത്ര നടത്തിയത്. കൈവരികളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത ഈ പാലത്തിലൂടെയാണ് കഴിഞ്ഞ മഴക്കാലത്ത് കൊച്ചുകുട്ടികളും പ്രായമായവരും അടക്കമുള്ളവർ യാത്ര നടത്തിയത്. വീണ്ടും ഒരു മഴക്കാലത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സുരക്ഷിതമായി യാത്ര ചെയ്യാനൊരു പാലമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. ഈ മഴക്കാലത്തും അക്കരെ ഇക്കരെ കടക്കണമെങ്കിൽ സ്വയം തടിപ്പാലം തീർക്കുകയേ പ്രദേശവാസികൾക്ക് രക്ഷയുള്ളൂ. പാലമില്ലാതെയായിട്ട് 50 വർഷത്തോളമായി ഇതിലെ റോഡ് കുട്ടികളും പണി ചെയ്യുന്ന ആൾക്കാരും തോട്ടം തൊഴിലാളികളും പോകുന്ന റോഡാണ്. അതിന് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ പുഴ കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷം ഈ പുഴയിൽ നിന്ന് ഈ അടയ്ക്കാമരം വെട്ടിയിട്ട പുഴയിൽ നിന്ന് പല ആൾക്കാരും താഴെ പോയി. വെള്ളം അത് കണ്ടമാനം കൂടുന്ന പുഴയാണ്. എല്ലാ വർഷവും ഞങ്ങൾ വേദനയോടുകൂടിയാണ് ഈ പുഴ കടന്നു പോകുന്നത്. 5 പതിറ്റാണ്ടിലേറെ ഇവർ നടന്നിട്ടും മാറി മാറി വരുന്ന സർക്കാർ വന്നിട്ടും ഈ പാലം ഇവിടുത്തെ ആളുകൾക്ക് അനുഭവിച്ചവരുടെ ദുരിതം മാറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഇവർ ഗ്രീൻ കെയർ കേരളയെ സമീപിക്കുകയും ഞങ്ങൾ ഇടുക്കി ബഹുമാനപ്പെട്ട ടീം കുര്യാക്കോസിനടക്കം എല്ലാ ആളുകൾക്കും റവന്യൂ പൊതുമരാമത്ത് മന്ത്രിക്കടക്കം ഞങ്ങളും കൂടി ഇതിനെ ഒരു പരാതി കൊടുത്തിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഈ ആളുകളുടെ ദുരിതം യാത്രാ ദുരിതം മാറ്റുക. ദുരിതമല്ല, ശരിക്കും പറഞ്ഞാൽ അപകടമാണ്. ഈ വെള്ളത്തിൽ ഒത്തിരി പേര് ഒഴുകി പോയിട്ട് കയറിട്ടും കമ്പിട്ടും ഒക്കെയാണ് അവരെ രക്ഷിച്ചത്. അതുകൊണ്ട് ഇവരുടെ ദുരിതം എത്രയും പെട്ടെന്ന് സർക്കാർ മാറ്റണം എന്നാണ് ഗ്രീൻ കെയർ കേരളയ്ക്ക് പറയാനുള്ളത്. മഴക്കാലത്ത് ജലനിരപ്പ് ഉയരുന്നതോടെ പലപ്പോഴും നാട്ടുകാരുടെ തടിപ്പാലം ഒഴുകിപ്പോകുന്നതും പതിവാണ്. പിന്നെ വെള്ളമിറങ്ങിയതിന് ശേഷം മാത്രമേ താൽക്കാലിക പാലം നിർമ്മാണം നടക്കൂ. മാത്രവുമല്ല, ചെറിയ പാലത്തിൽ നിന്നും ആളുകൾ കാൽവഴുതി വെള്ളത്തിൽ വീണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സുരക്ഷിത യാത്രയ്ക്കൊരു പാലം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഇനി മുട്ടാൻ വാതിലുകൾ ബാക്കിയില്ല. പതിറ്റാണ്ടുകളായി കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതരുടെ കണ്ണ് തുറക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ നിരവധി കുടുംബങ്ങൾ. ജജിൻ മാത്യു, കേരള 1 മലയാളം, ഇടുക്കി.